എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പലതരത്തിലുള്ള ആളുകൾ, വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, സാധ്യതാ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പലതും അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമാണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസും നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഉള്ളതാവില്ല. 10% പോസിറ്റീവ് എനർജി റൈസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ബാക്കി കൂടുതലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുന്ന രീതിയിൽ ഒക്കെ വരുന്ന സാധ്യതയും സാഹചര്യവും ഒക്കെ ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? വളരെ ഈവിൾ എനർജിയുള്ള, നെഗറ്റീവ് എനർജി ആയിട്ടുള്ള, ഡാർക്ക് എനർജി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാധ്യതകൾ, സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചശക്തി അത്രത്തോളം നമ്മൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് തന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചു പോവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ചലഞ്ചസും നമ്മൾ വളരെ ശക്തമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ തരുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മൾക്ക് വേദന തരുമ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാതെ വളരെ ശക്തമായി നിൽക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത്, ഏത് വ്യക്തിയാണെങ്കിലും നമ്മളുടെ മുന്നിലേക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉതകുന്നതല്ല, നമ്മളുടെ ആ ഒരു എനർജി ലോസായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരു അട്ടർ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് നടത്താനും നയിക്കാനും നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാവുന്ന ഇവിടെ പറയുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ആ ഒരു സപ്പോർട്ടും സ്നേഹവും നല്ല സജഷൻസും പ്രോത്സാഹനവും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വിഷയത്തിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. മൂന്നാമതായിട്ട് ഇതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പോംവഴിയെക്കുറിച്ച് പറയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഡീല് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ വീട്ടിലെ തന്നെ ആളുകളാണെങ്കിൽ, ചിലപ്പോൾ പേരൻസ് ആവാം, ചിലപ്പോൾ സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള മുതിർന്ന വ്യക്തികളാവാം, അപ്പൂപ്പന്മാർ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഒക്കെ ആവാം, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരാവാം. അപ്പോൾ ഇവരൊക്കെ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതൊന്നും ആരുടെയും കയ്യിൽ തെറ്റുകൊണ്ടല്ല, അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ കടന്നു പോയതിൻ്റെ ആ ഒരു കർമ്മം വെച്ചിട്ട് അത് തിരിച്ച് നമ്മളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സ്വീകാര്യമായി വരില്ല. എന്നാലും പറയുകയാണ്, ആ ഒരു സിറ്റുവേഷന് കുറച്ച് സ്പേസ് കൊടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് മാറി നിൽക്കുക, വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എല്ലാം വിട്ട് അവിടെ നിന്നും കുറച്ച് സ്പേസ് കൊടുത്ത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പറ്റുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു നമ്മളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുകയും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് റീതിങ്ക് ചെയ്യാനും എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് മനസ്സിലാക്കാനും അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതെന്നും, അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്, അതിപ്പോൾ നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ ഒരുപാട് ഡൗൺ ആയതിനു ശേഷം ആ മുറിവുകളെല്ലാം നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു ഉയർച്ച വേണം എന്നുള്ള
വിചാരം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കും. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജീവിതത്തിനെ പടപൊരുത്തുന്നത് പോലെ നമ്മൾ പൊരുതി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ കൊച്ചു കൊച്ചു വിജയങ്ങളെല്ലാം നേടിക്കൊണ്ട് നമ്മളുടെ നീഡ്സ് എല്ലാം നമ്മൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ അത്രയും ബോൾഡാവും, നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആവും, നമ്മൾക്ക് ഭയമെന്ന് പറയുന്ന ഒന്നില്ലാതെയാവും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഇത്രയും കാർമികമായിട്ടുള്ള ആളുകളുടെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ചിറകുകൾ വെച്ച് വിരിച്ച് ലോകത്തിനെ ആ ഒരു പറന്ന് പോകാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതാവുന്നതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പാഷൻ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കൂട്ടിക്കൊണ്ട് നമ്മളുടേതായിട്ടുള്ളൊരു ജീവിതം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അത് സഹായിക്കും. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി എല്ലാവരും വരും. ചിലപ്പം അപരിചിതരായിരിക്കും, കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള നമ്മളുടെ ജോലി ഓർഗനൈസേഷനിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പ് മോസ്റ്റ് ലെവലിലിരിക്കുന്ന ഒഫീഷ്യൽസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വീടിൻ്റെ അടുത്ത് ചുറ്റുപാടും നല്ല സാമൂഹിക സ്ഥാനം വഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളായിരിക്കും നിങ്ങളുടെ ഉയർച്ച വെച്ചിട്ട് അത്തരത്തിൽ അതിനോടൊന്നും അത്രയും ഒരു മതിപ്പ് തരാത്ത ആളുകളായിരിക്കും. അത് ആരായാലും ശരി തന്നെ നമ്മളുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് നമ്മളെ തന്നെ പിടിച്ച് താഴ്ത്താനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഡീല് ചെയ്യുക? ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഓരോ ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് പറയുന്ന കാര്യം, അവരുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അവരെ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ ഒരു ഭയത്തോടു കൂടിയാണ് അവരെ നമ്മളുടെ ആ ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ ആ ഒരു സ്ഥാനം കൊടുത്തിരുത്തുന്നത്. അപ്പോൾ അവരെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ, അവരുടെ പേരൊന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആലോചിക്കുമ്പോഴേ നമ്മളുടെ ഹൃദയം കിടന്ന് പടപടാന്നിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആ ഒരു ടോക്സിസിറ്റിയാണ് അവർ നമ്മളിലേക്ക് തരുന്നത്. ചിലപ്പോൾ കുത്തി ഇങ്ങനെ നമ്മളെ ചോദ്യം ചെയ്യും, ചിലപ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ മുകളിലൊരു കൺട്രോളിങ് ഫാക്ടറായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഐഡിയാസോ ഒന്നും പറയാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട. നമ്മൾ കുളിക്കുമ്പോൾ നമ്മളുടെ വെള്ളം പുറത്തൂടെ ഒഴുകിപ്പോകുന്നത് പോലെ അതെല്ലാം വന്നോട്ടെ, ഞാനൊന്നും ഉള്ളിലേക്ക് എടുത്തില്ല, എല്ലാം ഞാൻ കണ്ടു. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു വിക്ടിമായി, ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് എല്ലാം ഞാൻ കണ്ടു, മനസ്സിലാക്കി, അത് അവിടെ കൊണ്ട് തീർന്നു. നാടകത്തിൻ്റെ ഒരു സീൻ പോകുന്നത് പോലെ അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക. എന്തിനാണ് ഇവരെല്ലാം നമ്മളുടെ മുന്നിൽ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളുടെ മൂല്യം, നമ്മളുടെ വർത്ത് അവരുടെ ആ ഒരു കൺസെപ്റ്റിനെക്കാട്ടിയും വളരെ ഉയരത്തിലാണ്. അപ്പോൾ അവർക്ക് നമ്മളോളം എത്തിച്ചേരാൻ കഴിയില്ല. അതിനവർക്ക് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു മാനിപ്പുലേറ്റീവ് മാനർ, അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു രീതിയിൽ അവർ വളർന്നു വന്ന സാഹചര്യമൊക്കെ കൊണ്ടുള്ള സ്വഭാവ സവിശേഷതകളൊന്നും അവർക്ക് മാറ്റാൻ അവർ തയ്യാറല്ല. അതിന് പകരം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഉയർത്തി നിൽക്കുന്ന നമ്മളെ പിടിച്ചു താഴ്ത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിനില്ലാത്ത കുറ്റങ്ങളെല്ലാം പറഞ്ഞ് ഗോസിപ്സ് പറഞ്ഞുണ്ടാക്കുക, അവർ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുക, കളിയാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ കുറ്റം പറയുക, ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെയാ ഈ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ഇങ്ങനെയൊന്നും അല്ല ജീവിതം എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മളെ ഒരു സീറോ ലെവലിലേക്ക് ഡീപ്രൊമോട്ട് ചെയ്ത് വെക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് നമ്മളോളം ആവാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ മൂല്യം എന്താണ്, നമ്മളുടെ വർത്ത് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾക്കുള്ള സ്നേഹം കൊടുക്കുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്നിനെയും ഉള്ളിലേക്ക് എടുക്കാതെ നമ്മുടെ സെൻസറി സിസ്റ്റം ഈ വക കാര്യങ്ങളിലേക്കൊന്നും ഓപ്പൺ ചെയ്ത് വെക്കാതെ ഒരു സാക്ഷിയെ പോലെ നിന്നുകൊണ്ട് ഓരോ സീനും ക്ലിയർ ചെയ്ത് പോവുക. ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ അങ്ങ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മൾക്കെല്ലാവർക്കും ശ്രദ്ധിച്ചാലറിയാം, ഒരു കൊച്ചുകുട്ടിയെ
ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സിനകത്തുള്ളൊരു കുട്ടിയെ പിടിച്ചിരുത്തി എന്തെങ്കിലും കാര്യം, മോനെ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഓടരുതേ, ചാടരുതേ, അല്ലെങ്കിൽ ജനലിൻ്റെ പുറത്ത് വലിഞ്ഞു കയറല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ അമ്മ, അല്ലെങ്കിൽ ഓക്കെ അച്ഛ, ഓക്കെ അങ്കിളെ, ഞാൻ ഇനി ജനലിൻ്റെ പുറത്ത് കയറില്ല, ഓടില്ല, ചാടില്ല, പതുക്കെ നടന്നു പൊക്കോളാമെന്ന് അവർ പറയത്തില്ല. അവർ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേ കഴിയുമ്പോൾ ദേഷ്യം വന്നിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, എന്തോ ചെയ്യാനാ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സംഭാഷണം നിർത്തിയിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അന്നേരത്തെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടുമുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതെന്താണ്, അതിനത്രയേ ഉള്ളൂ വാല്യൂ. ഇതെന്താണ്, ഇതിന് ഇത്രയേ ഉള്ളൂ വാല്യൂ. ഇതെന്താണ്, ഒരു ബോൾ കൈ കിട്ടുമ്പോൾ ഇതൊരു ബോളാണ്, ഇത് പന്ത് എറിയാനും കളിക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് കുത്തിപ്പൊട്ടിച്ച് നശിപ്പിച്ചത് കളയുമ്പോൾ അത് കളഞ്ഞു. പിന്നെ അടുത്ത ഒരു ഐറ്റം കിട്ടി, അതെന്താണെന്നൊന്ന് നോക്കിക്കഴിഞ്ഞ് അതിൻ്റെയും ആവശ്യം കഴിയുമ്പോൾ അവിടെ കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരൊന്നും ഒന്ന് സീരിയസ് ആയിട്ട് ഇതെനിക്ക് കിട്ടിയൊരു കളിപ്പാട്ടമാണ്, അപ്പോൾ എനിക്കൊരു ഘട്ടം പ്രായത്തിലെത്തുന്നത് വരെ ഇതെനിക്ക് സൂക്ഷിച്ചു വെക്കണം, ഇതെൻ്റെ അച്ഛൻ തന്നതാണ്, ഇതെൻ്റെ അമ്മ തന്നതാണ് എന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റ്സോ അല്ലെങ്കിൽ ആ സാധനത്തിനോടുള്ള അത്രത്തോളം ഒരു ഡീപ്പ് കൺസേണോ ഒന്നും ആ കുട്ടി പ്രകടിപ്പിക്കുന്നില്ല. കാരണം അതിനൊന്നും അറിഞ്ഞുകൂടാ. മുമ്പിൽ കാണുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണുക, അത് ഉപയോഗിക്കുക, അത് കളയുക. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് 2 അടി കൊടുത്താലും ഒരു അരമണിക്കൂർ കഴിയുമ്പം അമ്മ, അച്ഛ അല്ലെങ്കിൽ ചേട്ടാ എന്ന് പറഞ്ഞവർ തിരിച്ച് നമ്മളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അവർ മറന്നുപോയി. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഇത്തരത്തിൽ വരുന്ന ആളുകളെ നോക്കിക്കാണുക, അല്ലെങ്കിൽ അവരെ നമ്മൾ അഭിമുഖീകരിക്കുക. ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും പ്രായമുള്ള നമ്മളൊക്കെ ഇനി കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട. അതിന് പകരം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ടോയ് പോലത്തത് നമ്മൾ വാങ്ങിച്ച് കൈവയ്ക്കുക. ചെറിയ സൗണ്ട് ഉണ്ടാക്കുന്ന കിലുക്കുന്ന ടൈപ്പ് എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ സാൻഡ് ടൈമർ, അല്ലെങ്കിൽ അവർ ഗ്ലാസ് പ്രസർ, അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ മറിച്ചും തിരിച്ചും വെക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയതൊന്ന് ട്യൂൺ ചെയ്ത് വെക്കുമ്പോൾ നല്ല വോയിസ് കിട്ടുന്ന അല്ലെങ്കിൽ മ്യൂസിക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കുക. എപ്പോഴും ഇത് നമ്മളുടെ കയ്യിൽ കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ എന്തെങ്കിലും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് മറിച്ചും തിരിച്ചും വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് എന്നറിയുമ്പോൾ തന്നെ ആദ്യത്തെ നെഗറ്റിവിറ്റി നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, നമ്മൾ അവർ പറയുന്ന കാര്യത്തിലൊന്നും വളരെ ശ്രദ്ധിക്കുന്നില്ല, അത്ര മൈൻഡൊന്നും അവർക്ക് കൊടുക്കുന്നില്ലെന്ന് ആവുമ്പോൾ പറയാൻ വന്ന ഒരു എഫക്റ്റിൻ്റെ 50% അതോടെ അവിടെ ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞു. പിന്നെ നമ്മളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ശബ്ദം ഉയർത്തും, ചിലപ്പോൾ ഇത്തിരി ദേഷിക്കും, എന്തോ ഈ കാണിക്കുന്നത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞോ, ഞാൻ കേട്ടോളാം, ഇത് നല്ല ഭംഗി, എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഫോക്കസിങ് മൊത്തം ആ ഒരു ഗിഫ്റ്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വളരെ മനഃപൂർവ്വം അതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് അതിനകത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ എനർജി അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഒരു സാക്ഷിയെ പോലെ ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഡീല് ചെയ്തു, അവരെന്തൊക്കെയോ പറഞ്ഞു പോയി, നമ്മളൊന്നും ഉള്ളിലേക്ക് എടുത്തില്ല, നമ്മൾ നമ്മുടെ സെൻസറി സിസ്റ്റം കൊണ്ട് ഒന്നും കണ്ടതുമില്ല, ഒന്നും കേട്ടതുമില്ല, നമ്മളുടെ എനർജി വളരെ ബാലൻസ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള കുഞ്ഞു ഗിഫ്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ ആ ഒരു ഗിഫ്റ്റിലെ ആ ഒരു രീതിയിൽ നമ്മളുടെ എനർജി അതാണ് അതിലേക്ക് കൊടുക്കുന്നത്. ഇത് വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ എനർജി അതിലേക്ക് കയറുകയുമില്ല. എപ്പോഴും അത് നമ്മളുടെ മാത്രം കൈയുടെ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ആ ഒരു രീതിയിൽ അതിനകത്ത് നമ്മളിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ നെഗറ്റിവിറ്റി കൊടുക്കാതെ ഒരാളെ ഭയത്തോടു കൂടി നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ആ 4 ദിവസം കഴിയുമ്പോൾ കുഞ്ഞമ്മ വരും, അല്ലെങ്കിൽ അപ്പച്ചി വരും. ഇപ്പം വരുമ്പോൾ ഉടനെ എന്തോ ആയി, നിൻ്റെ പഠിത്തം എവിടെ വരായി, അടുത്ത എന്താ വിഷയം, അല്ലെങ്കിൽ എങ്ങോട്ടാ ജീവിതം കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇപ്പം അങ്ങോട്ട് കുത്തി സംസാരിക്കാനായിട്ട് തുടങ്ങും എന്നുള്ള രീതിയിൽ നമുക്കതിന് 4 ദിവസം മുമ്പോട്ട് ഉറക്കമില്ല, ഊണില്ല, എപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പേടി സ്വപ്നമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നമുക്ക് ആര് വന്നാലും ആരെ അഭിമുഖീകരിച്ചാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ ഒരു കോക്രിയേറ്റ് ചെയ്ത് വന്നാലും ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് അതിനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ വളരെ സാക്ഷിയായിക്കൊണ്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാതെ അവരാ കാര്യങ്ങൾ തീർന്നു, അവർ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവർക്കൊന്നും അത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ലെന്നാകുമ്പോഴത്തേക്ക് അവരവിടെ കൊണ്ട് അവരുടെ കോൺവെർസേഷൻ നിർത്തും. അതുമാത്രമല്ല, പിന്നെ 1-2 തവണ കൂടി മാത്രമേ അവർ ആ ഒരു കോൺവെർസേഷൻ ചെയ്യാൻ വരുത്തുള്ളൂ. എന്നിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ ആളുകളോട് പറയും, ഇപ്പം അവൾ അങ്ങനൊന്നും അല്ല, അല്ലെങ്കിൽ അവൻ അങ്ങനൊന്നും അല്ല, നമ്മളെന്ത് പറഞ്ഞാലും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ വേറെ എന്തൊക്കെയോ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഭയങ്കര ഒരു നമ്മളെ ഒന്നും അല്ലാത്തൊരുമാതിരി കുറച്ച് കാണുന്ന രീതിയിൽ അതിൻ്റെ അടുത്തൊന്നും മിണ്ടിയിട്ടൊന്നും ഒരു കാര്യമല്ല, അത് പോക്കാം എന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇടപഴകാനൊന്നും വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഇട്ടുകൊണ്ടാണ് നമ്മൾ, കാരണം അവർ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പ്രപഞ്ചശക്തിയെ ആവാഹിച്ചു വെച്ചുകൊണ്ട് നമ്മൾ മന്ത്രാസൊക്കെ ചാൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും നമ്മളുടെ ഉള്ളിലുള്ള ഡെവിൾ എനർജി പറയും, അവർ പറയുന്നതെന്ന് കേൾക്ക്, അവർ പറയുന്നതെല്ലാം ശരിയാ, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചു ഗിഫ്റ്റ് വളരെ 100-150 രൂപയ്ക്ക് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. എവിടെ പോയാലും ഇത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കാനായിട്ടൊരു ശ്രമം നടത്തുക. ഇനി അതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ അത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ബുക്കും ഒരു പേനയും നിങ്ങളുടെ ബാഗിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ കളിച്ചും ചിരിച്ചുമൊക്കെ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ അത്ര ഫോക്കസിങ് കൊടുത്തില്ല, ഒന്നും നമ്മൾ ഉള്ളിലേക്ക് എടുത്തില്ല, നമ്മളത് പുറമേ അതങ്ങ് കളഞ്ഞു. എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ജേർണലിംഗ് എഴുതുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ വന്നു, പക്ഷേ എനിക്കിതുപോലൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് അതുമായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസിങ് ഒക്കെ കൊടുത്തത് കൊണ്ട്, എൻ്റെ എനർജി അവിടേക്ക് മാത്രം ഞാൻ കൊടുത്തത് കൊണ്ട് എൻ്റെ എനർജി ഡിസ്ട്രാക്റ്റ് ആവുന്ന രീതിയിൽ അവർ പറഞ്ഞതൊന്നും എനിക്ക് കേട്ടില്ല. അങ്ങനെ കേൾക്കാതൊക്കെ നിന്നതുകൊണ്ട് അത് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഡിപ്രസ്ഡ് ഒന്നും ആയില്ല. അപ്പോൾ അത്തരത്തിൽ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തിക്കൊണ്ട് ഇതിലെല്ലാം വെറും ഒരു സാക്ഷിയായിക്കൊണ്ട്, ഒരു ടാർഗറ്റല്ല മറിച്ച് ഒരു സാക്ഷിയായിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനെല്ലാം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരീയ ചൈതന്യം എന്നെ സഹായിച്ചതിന് അപ്പോൾ നമ്മൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ള രീതിയിൽ താങ്ക് യു എഴുതിക്കൊണ്ട് ആ ഇൻസിഡൻറ്റ് ബുക്കിൽ എഴുതുക. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അത് എഴുതി കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ ജയിച്ചു, ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ പൊരുതി ജയിച്ചു. എല്ലാ വട്ടവും അവർ വന്ന് കുറേ കാര്യങ്ങൾ പറയും, ഞാൻ പിന്നിരുന്ന് കരയും, വളരെ ഡിപ്രസ്ഡ് ആവും, സങ്കടപ്പെടും. പിന്നെ എൻ്റെ എനർജിയിലൊന്ന് റൈസ് ചെയ്തെടുക്കണമെങ്കിൽ 3-4 ദിവസം, അത് 24 മണിക്കൂർ ഇൻറ്റു ഇത്ര ദിവസം ഒന്ന് കഴിഞ്ഞാലേ ഞാനൊന്ന് ചാർജായി പഴയ രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഒരു ടിപ്സ് വെച്ചിട്ട് എനിക്ക് അത്രത്തോളം നഷ്ടം വരുത്താതെ എൻ്റെ അടുത്ത വർക്കിലേക്ക് എന്നെ തന്നെ പുഷ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു വലിയ വിജയം എനിക്ക് പ്രാപ്തമാക്കി തന്നതിന് യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഫോക്കസിങ്ങിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യില്ല, നമ്മളുടെ നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിയിടില്ല, ടോക്സിക് ആയിട്ടുള്ള എനർജീസ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. എല്ലാം നമ്മളുടെ പുറമേ ഉള്ള ആ ഒരു എനർജി ലെവലിൽ അല്ലെങ്കിൽ ഓറയിൽ വന്ന് തട്ടി അതങ്ങ് പുറത്തോട്ട് പോയിക്കോളും, ഉള്ളിലേക്ക് കയറില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം അത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മുദ്ര നമ്മളുടെ കയ്യിൽ വെച്ച് കൈയൊരു ചാനലാക്കിക്കൊണ്ട് അത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ആ ഒരു രീതിയെല്ലാം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഹെവി ആയിട്ടുള്ള എനർജീസ് ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് കയറില്ല.
അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. എല്ലാവരും വളരെ ശക്തരായിരിക്കുക. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വൻ വിജയത്തിലേക്കുള്ള ഒരു കാൽവെപ്പാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.